എന്താണ് ഇവരെ ഈ 4 പ്രതികളെ നടൻ ദിലീപ് അടക്കം 4 പ്രതികളെ വെറുതെ വിട്ടയക്കാൻ കാരണം എന്നത് സംബന്ധിച്ചും ഇന്ന് കാര്യങ്ങൾ വ്യക്തമാകും. വിധിപ്പകർപ്പ് ഇന്ന് പുറത്തുവരും. ആ വിധിപ്പകർപ്പിലായിരിക്കും ഇക്കാര്യങ്ങൾ വ്യക്തമാകുക. ഏതായാലും 4 പ്രതികളെയും ഇപ്പോൾ കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. കോടതി വളപ്പിൽ ഈ പ്രതികളെ എത്തിച്ചിരിക്കുകയാണ്. വിപിൻ സി വിജയൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിസരത്ത് നിന്ന്, കോർട്ട് കോംപ്ലക്സ് പരിസരത്ത് നിന്ന് ചേരുകയാണ്. വിപിൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഇപ്പോൾ 6 പ്രതികളുമായിട്ടുള്ള വാഹനം കോർട്ട് കോംപ്ലക്സിൽ എത്തിയിരിക്കുകയാണ്. ആ വാഹനം കോടതിക്കുള്ളിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. പൾസർ സുനി അടക്കമുള്ള 6 പ്രതികളെയാണ് ഇപ്പോൾ എറണാകുളം കോർട്ട് കോംപ്ലക്സ് പരിസരത്ത് എത്തിച്ചിരിക്കുന്നത്. പ്രതികൾ എന്തെങ്കിലും പ്രതികരണം നടത്തുമോ എന്നത് വ്യക്തമല്ല. പ്രതികരിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ പ്രതികളെ ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുവരും. പോലീസ് പ്രതികളുമായി കോടതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി, അവിടെയാണ് വിധി പറയുക. ജഡ്ജ് ഹണി എം വർഗീസാണ് വിധി പ്രഖ്യാപിക്കുക. ശിക്ഷാവിധി ഉടൻ പ്രഖ്യാപിക്കും. ആദ്യം ഈ പ്രതികളെ ഹാജരാക്കിയതിന് ശേഷം ഈ കേസിൽ ഈ ശിക്ഷാവിധിക്ക് മുന്നോടിയായുള്ള വാദമായിരിക്കും നടക്കുക. ഈ 6 പ്രതികളുടെയും അഭിഭാഷകർ കോടതിയിൽ അവരുടെ വാദം നിരത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും ശിക്ഷ പ്രഖ്യാപിക്കുക. ഈ വാദം മുഴുവൻ ജഡ്ജി കേട്ടതിനു ശേഷമായിരിക്കും ശിക്ഷ പ്രഖ്യാപിക്കുക. ആദ്യം നടക്കാൻ പോകുന്നത് പ്രതികളുടെ ഈ ശിക്ഷാവിധിയിന്മേലുള്ള വാദമായിരിക്കും. അവർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നു. ഈ 6 പ്രതികൾ, 4 പ്രതികളെയാണ് വെറുതെ വിട്ടത്. നടൻ ദിലീപ് കേസിലെ 8ാം പ്രതിയായിരുന്നു. നടൻ ദിലീപ് അടക്കം 4 പ്രതികളെ വെറുതെ വിട്ടു. 6 പ്രതികൾ, പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികളാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നത്. അവർക്ക് പൾസർ സുനിക്ക് പുറമെ മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, വി പി വിജീഷ്, എച്ച് സലീം, പ്രദീപ് എന്നീ പ്രതികളുമായാണ് ഇപ്പോൾ പോലീസ് ഇവിടെ കോടതി വളപ്പിൽ കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം കോടതിയിൽ ഇവരുടെ ശിക്ഷാവിധിയിന്മേലുള്ള വാദമായിരിക്കും ആരംഭിക്കുക. പ്രതിഭാഗത്തിന് പറയാനുള്ളതായിരിക്കും ആദ്യം ജഡ്ജ് ഹണി എം വർഗീസ് കേൾക്കുക. പ്രോസിക്യൂഷൻ ജീവപര്യന്തം തടവ് നൽകണം എന്ന ആവശ്യമായിരിക്കും ഉന്നയിക്കുക എന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അജകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവപര്യന്തം ശിക്ഷ നൽകണമെന്ന ആവശ്യം അവർ ഉന്നയിക്കും. എന്നാൽ ഇവർ കുറ്റക്കാരല്ലെന്നതായിരിക്കും പ്രതിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യം ഉന്നയിക്കുന്ന കാര്യം. അങ്ങനെയെങ്കിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ പരമാവധി കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന ആവശ്യവും ഒരുപക്ഷെ ഉയരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഈ പ്രതികളുമായി ഇപ്പോൾ കോടതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് പോലീസ്. അല്പസമയത്തിനകം ഈ പ്രതിഭാഗത്തിൻ്റെ വാദം കോടതി കേൾക്കും. കോടതി പരിസരത്ത് നിന്ന് വിപിൻ സി വിജയൻ തുടരുകയാണ്. വിപിൻ സി വിജയൻ, പറയൂ. എസ് ദിലീപ്കുമാർ, ഇപ്പോൾ 6 പ്രതികളെയും എത്തിച്ചിരിക്കുന്നു. ആ പോലീസ് വാഹനമാണ് നമ്മൾ കാണുന്നത്. അത് കോർട്ട് കോംപ്ലക്സിലേക്ക് അല്പസമയം മുൻപാണ് എത്തിയിരിക്കുന്നത്. 6 പേരെയും ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. വിചാരണ കോടതിയിലേക്ക് ഈ 6 പ്രതികളെയും എത്തിച്ചു കഴിഞ്ഞു. നേരത്തെ തന്നെ ജഡ്ജ് ഹണി വർഗീസ് എത്തിയിരുന്നു. ഇനിയിപ്പോൾ 11 മണിയോടുകൂടി, കൃത്യം 11 മണിയോടുകൂടി ഈ കോടതി നടപടികൾ ആരംഭിക്കുകയായി. 6 പ്രതികളെയും, പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികളെയും ആദ്യം ഈ പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തും. അതിനുശേഷം ഇവർ ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ, അതിനുള്ള ശിക്ഷ എന്താണ് എന്നുള്ളത് വായിച്ചു കേൾപ്പിക്കുന്നു. പിന്നീട് പ്രതിഭാഗം അതിലൊരു ഇളവ് വേണം, അവരുടെ വാദങ്ങൾ അവർ പറയുന്നു. ഇതാണ് ഇന്ന് നടക്കാൻ പോകുന്ന ആദ്യത്തെ ഒരു നടപടിക്രമം എന്നുള്ളത്. അതിൽ ജീവിതത്തിലെ സാഹചര്യ കാര്യങ്ങൾ, ഒപ്പം തന്നെ ജീവിതത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, അവരുടെ പ്രായം തുടങ്ങിയവ പരിഗണിക്കണം. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ കുറയ്ക്കണം എന്നുള്ളത് പ്രതിഭാഗവും, പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളത് പ്രോസിക്യൂഷനും വാദിക്കും. ഈ ഒരു വാദം ഒരു ഉച്ചവരെ, ഏകദേശം ഒരു 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കാനുള്ള ഒരു സാധ്യതയാണ്. ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഇന്ന് വിധി എന്നുള്ളത്
പ്രഖ്യാപിച്ചേക്കാം. അതങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് ഈ വിധി മാറ്റാനുമുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. ചിലപ്പോൾ ഇന്ന് തന്നെ ഈ വിധി വരികയാണ് എന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തോടു കൂടി വിധി പകർപ്പ്. കേരളം എന്നല്ല ഇന്ത്യ തന്നെ മനസാക്ഷി ഞെട്ടിച്ച ഒരു കേസിൽ എന്താണ് ആ വിധി പകർപ്പിൽ ഉള്ളത്, എങ്ങനെയാണ് 4 പേരെ കുറ്റമുക്തനാക്കുന്നുണ്ടായ സാഹചര്യം എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.